ഹലോ, ഇന്ന് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യാബേജ് റോളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി നമുക്ക് ആദ്യം ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. ഇവിടെ ഞാനൊരു ബൗളിലേക്ക് ഒരു 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ മിക്സിയിലൊന്ന് അരച്ചെടുത്തതാണ്. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സവാള ചേർത്ത് കൊടുക്കാം. 2 തണ്ട് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി ഭാഗവും 1 ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ സോയ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നല്ല രീതിയിൽ ഇത് കുഴച്ചെടുക്കണം. ഇപ്പം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ക്യാബേജ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ചൈനീസ് ക്യാബേജാണ് എടുത്തിട്ടുള്ളത്. ഇതാവുമ്പോൾ നമുക്ക് ലീവ്സ് പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാൻ കഴിയും. അതുപോലെ ഒരു 3 മിനിറ്റ് ബോയിൽ ചെയ്തെടുത്താൽ മതി. നമുക്ക് വേണമെങ്കിൽ നാടൻ ക്യാബേജും യൂസ് ചെയ്യാം. പക്ഷേ അങ്ങനെ നാടൻ ക്യാബേജ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ താഴെ വരുന്ന റൗണ്ട് ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ഇതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മൊത്തത്തിൽ നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ലീവ്സൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 3 മിനിറ്റ് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് റാപ്പ് ചെയ്യാനുള്ള പരുവത്തിലുള്ള ഷീറ്റ് പോലെ ആയി കിട്ടും. 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇട്ട് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. ഒരു 3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് റെഡി ആയി കിട്ടും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് ഓരോ ലീവ്സും വെച്ച് ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ ഫില്ലിംഗ് ഒരു 1-2 ടീസ്പൂണോളം വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കാം. 2 സൈഡിൽ നിന്നും ഇതുപോലെ പിടിച്ച് വീണ്ടും റോൾ ചെയ്യാം. പെട്ടെന്ന് നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇത് ബോയിൽ ചെയ്ത് കാരണം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. എന്നിട്ട് വേണമെങ്കിൽ ഈ സൈഡുകൾ രണ്ടും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അതങ്ങ് ഒട്ടിക്കോളും. ഇതുപോലെ നമുക്ക് എല്ലാ ഫില്ലിങ്ങും റെഡിയാക്കിയെടുക്കാം. നമ്മുടെ ഈ ക്യാബേജ് റോൾസിന് നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ വേണ്ടെങ്കിൽ നമുക്ക് പനീർ തന്നെ നല്ല ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രം ചേർത്ത് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് സ്റ്റീം ചെയ്യാനുള്ള പാത്രം വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച റോളുകൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ, ക്യാബേജ് റോള് റെഡി ആയോന്ന്. അയവ നല്ല അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഇനി ഇക്കാക്കും ടാനനും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ഹലോ, അപ്പോൾ നമുക്ക് ക്യാബേജ് റോൾസ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാ ഇത് ക്യാബേജ് അല്ല, അത് പനീരല്ല. ക്യാബേജ് റോൾസ് ആണ്. ക്യാബേജ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? ആദ്യം ബാബ കഴിക്കല്ലേ? അടിപൊളിയല്ലേ? ഓക്കെ പറഞ്ഞേ. ഇത് സ്വീറ്റ് ചില്ലി സോസിന്റെ കൂടെയും കെച്ചപ്പിന്റെ കൂടെയും വേണമെങ്കിൽ കഴിക്കാം. പക്ഷെ എനിക്ക് ഇത് സോസ് ഇല്ലാതെ കഴിക്കണതാണ് എനിക്കിഷ്ടം. അപ്പൊ എല്ലാരും ഇത് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും സംഭവം. അപ്പൊ എല്ലാരും ഉണ്ടാക്കി ഓക്കെ. അടിപൊളിയാണ്.